ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. താറാവ് റോസ്റ്റ് വെക്കാനായിട്ട് 2 കിലോ താറാവാണ് മേടിച്ചേക്കണേ. അപ്പോൾ അത് വെടുപ്പാക്കി വരുമ്പോൾ എന്തായാലും ഒരു 1.5 കിലോൻ്റെ അടുത്തുണ്ടാവണം. അപ്പോൾ അത് എടുത്തത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു പാത്രത്തിലേക്ക് താറാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം താറാവിനൊരു ചെറുതായിട്ടൊരു കുത്തുമണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാനാണ് ഈ ചെറുനാരങ്ങ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായി മിക്സാക്കി വെക്കാം. ഒരു 15 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതായത് നമുക്ക് താറാവ് റോസ്റ്റ് വെക്കാനായിട്ട് 2 സബോളയാണ്. ഒരു സബോള നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ തോന്നുന്നത്. 2 സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിന് അരിഞ്ഞിട്ടുണ്ട്. വേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി വെക്കാൻ പറഞ്ഞിട്ട് മോനട്ട് വെച്ചിട്ടില്ല. വെളുത്തുള്ളി കാണിച്ചു തരാം കേട്ടോ. 2 ടീസ്പൂൺ പിന്നെ പൊടിയാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഉണ്ട്. 2 ടീസ്പൂൺ സാധാ മുളക് പൊടി ഉണ്ട്. തുണ്ട് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. താറാവ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉരുളിയൊക്കെ നന്നായി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതേ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. അതല്ല പെരിഞ്ചീരകമൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി സബോള ഇട്ട് കൊടുക്കാം. അപ്പോൾ സബോള കുറേശ്ശെ വാടി തുടങ്ങിയിട്ട് ആ സമയത്ത് നമുക്കിത് ഇഞ്ചി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടാകുന്നതിൻ്റെ വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി ഒരു 5-8 എണ്ണം എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ അത് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബോള വാടി ഇഞ്ചിയും വെളുത്തുള്ളിയിലൊക്കെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയ്ക്കൊന്ന് കുറേശ്ശെ വാടിയുണ്ട്. ആ സമയത്ത് നമുക്കത് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായി വാടിയുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നല്ല പോലെ മൂത്ത് അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പറ്റി വെച്ച താറാവ് ഇട്ട് കൊടുക്കട്ടോ. താറാവ് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ആയിട്ട് നല്ല പോലെ മിക്സ് ആക്കാനാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെയ്യുമ്പോൾ അത് ചെറിയ തീയിൽ വേണം നമ്മളിത് മിക്സ് ആക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് വെള്ളമല്ല ചേർക്കണേ, നാളികേരപ്പാലാണ്. അപ്പോൾ നമ്മളിത് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാലും 2-ാം പാലും കൂടിയിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളത്തിനുള്ളത് ചേർത്ത് കൊടുക്കണം. നാളികേരപ്പാലാക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇതായത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നൊക്കെ നോക്കാം. തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടാകില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മെല്ലെ എല്ലാവർക്കും ആവാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ഇപ്പോൾ തിളച്ചത് കൊണ്ട് നമുക്കിതിൽ ഉപ്പുണ്ടോന്ന് കൂടി നോക്കാം കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പ് കുറവാകും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ മൂടി വെച്ച് കഴിക്കാം. നമ്മളെ താറാവ് റോസ്റ്റ് ലാസ്റ്റ് ആയിട്ടാണ് നല്ല കറുത്ത് ഇങ്ങനെ വെള്ളത്തിൽ വറ്റി ഉണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ നാളികേരപ്പാൽ 2-3 പാലിലാണ് ആക്കിയത്. അപ്പം നമുക്കൊരു 1-ാം പാലും കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നാലാണല്ലോ കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുക. അതിനൊപ്പം കുറച്ച് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മെല്ലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ. പല വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ഇരിക്കുക.
അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ ബൈ ബൈ.